ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു 4 മണിയൊക്കെ ആയിക്കണേ കിച്ചണിൽ വന്നപ്പോൾ. ഇന്ന് വെള്ളപ്പം പാൽക്കോഴിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാൽക്കോഴിൻ്റെ റെസിപ്പി കണ്ടോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിക്കണേ. അതിലേക്കൊരു 20 ചെറിയുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചതച്ചതും എടുക്കുക. അതെല്ലാതും കൂടി ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിങ്ങനെ. ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് മേൽ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കുക്കായി വന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ്, കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിൽ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അത് ഈ ഒരു കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയൊക്കെ ആയിട്ടുള്ളൊരു കറിയാണ്. പത്തിരിയുടെ കൂടിയും വെള്ളപ്പത്തിൻ്റെ കൂടിയും പൊറാട്ടയുടെ കൂടിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിവിടെ ഇന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ കുറച്ച് പാലിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് ആവശ്യത്തിന് മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ഏകദേശം ചൂടായി വരുന്ന ടൈമിൽ ആ ഒരു കസ്റ്റാർഡ് അതിൽ ഒഴിച്ചിട്ട് നമ്മളൊരു തിക്നെസ്സിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു കുടിക്കാനുള്ള ഒരു തിക്നെസ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണേ. ഇപ്പോൾ അതിലേക്ക് ഇതാ ഞാനൊരു 1/2 കപ്പ് സാഗോ റൈസ് ഉണ്ടല്ലോ, സാബുനരി എന്ന് പറയും, അത് വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിങ്ങനെ. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്യും ബദാമും അതുപോലെ ഈത്തപ്പഴം കൂടി നല്ലോണം കുതിർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിങ്ങനെ. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ കുറച്ച് കസ്കസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ ഒന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ഷവർമ പോളയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റംസൊക്കെ മക്കളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഉണ്ടാക്കേണ്ടി വരില്ലേ. അപ്പോൾ അങ്ങനത്തെ പോളകളൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. അധികം ഓയിലില്ലാതെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ആ ചിക്കന് നല്ല ഓയിൽ നല്ലോണം ചൂടായി വന്നപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നു. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാബേജും ക്യാരറ്റും പിന്നെ 2 തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ഒന്ന് എടുത്തിങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ അത് എല്ലാതും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് എരിവിനനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു അളവിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ മതി, കൂടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു മിക്സ് കുറച്ച് വെള്ളം പോലെ ആവും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തുകണേ. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഒരു പാക്ക് ബ്രെഡ് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ മാറ്റിയിട്ട് 2 കപ്പ് പാലിൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം അരയാൻ പാടില്ല. അപ്പോൾ ഇതാ ബാറ്ററൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അതിൻ്റെത് കുറച്ച് ഒന്ന് നല്ലോണം അരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. കുക്കായി വന്ന ഇതിലേക്ക് ഞാനിതാ ഒരു 1.5 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് എത്ര വേണ്ടത് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള ബാറ്ററും കൂടിയും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കി വന്ന മസാലയും കൂടി അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ലേറ്റായ കാരണം അതായ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ നോമ്പ് തുറക്കെ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.